ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. നമ്മളിപ്പോൾ താൻസാനൈറ്റ് ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഹൈ കമ്മീഷൻ ഓഫ് ഇന്ത്യ ദാരസലാമിൽ എക്സ്പ്ലോർ സൗത്ത് ഇന്ത്യ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാനും പരിപാടി മൊത്തം എക്സ്പ്ലോർ ചെയ്യാനുമാണ് ഇന്ന് പോകുന്നത്. എക്സ്പ്ലോർ സൗത്ത് ഇന്ത്യ എന്ന് പറയുമ്പോൾ കൾച്ചർ, പീപ്പിൾ, കുസീൻ ആൻഡ് ബ്യൂട്ടി ഓഫ് സൗത്ത് ഇന്ത്യ ഇതൊക്കെയാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോണത്. എല്ലാ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സും നല്ല ആക്റ്റീവായിട്ട് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പല വെറൈറ്റി ഓഫ് ഡിഷസ്, ഓരോ സ്റ്റേറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫുഡ് ഡിഷസ് എല്ലാനും അവൈലബിൾ ആയിരുന്നു. നമുക്കൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. പിന്നെ ഡിഷസ് മാത്രമല്ല, പല വെറൈറ്റി ഓഫ് ഡ്രസ്സ്, ഓരോ സ്റ്റേറ്റിൽ പല വെറൈറ്റി ഓഫ് ഡ്രസ്സുകൾ, പിന്നെ ഡാൻസ് എല്ലാം കൊണ്ട് പരിപാടി നല്ല ഗംഭീരമായിരുന്നു. നമ്മളെല്ലാ സ്റ്റേറ്റിലെയും ഓരോരോ സ്പെഷ്യൽ ഡിഷസൊക്കെ എക്സ്പ്ലോർ ചെയ്ത് നോക്കി. നല്ല ടേസ്റ്റി ആയിരുന്നു. നല്ല ചൂട് വടയും ബോണ്ടയൊക്കെ എണ്ണയിൽ നിന്ന് വറുത്ത് കോരണയാണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കണേ. പിന്നെ മലയാളി ലേഡീസിൻ്റെ പെർഫോമൻസാണ് നമ്മൾ ഈ കാണാൻ പോണത്. എല്ലാ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റിൻ്റെ ഓരോ പെർഫോമൻസ് ഉണ്ടായിരുന്നു. നല്ല എനർജറ്റിക് പെർഫോമൻസ് ആയിരുന്നു. പിന്നെ നല്ല കളർഫുള്ളായിരുന്നു. നല്ല രസമായിരുന്നു മൊത്തത്തിൽ പ്രോഗ്രാമൊക്കെ കാണാൻ. അപ്പോൾ ഇതാണ് കേട്ടോ മലയാളി അസോസിയേഷൻ്റെ കൗണ്ടർ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേരള ഫുഡ്സൊക്കെ അവൈലബിൾ ആയിരുന്നു. കപ്പയും മീൻകറിയും, പിന്നെ സുഖിയനും പഴംപൊരിയും, ചിക്കൻ കറിയും പൊറോട്ടയൊക്കെ അവൈലബിൾ ആയിരുന്നു. നമ്മളിതൊക്കെയാണ് കേട്ടോ കഴിച്ചത്. വേറെ എന്തൊക്കെ അവൈലബിൾ ആയിരുന്നു, പക്ഷേ ഞാൻ ചെന്നപ്പോഴേക്ക് കൗണ്ടറിൽ നല്ല തിരക്കായിരുന്നു. അപ്പോൾ നമ്മളിതൊക്കെയാണ് കേട്ടോ അവിടെ നിന്ന് കഴിച്ചത്. നല്ല ടേസ്റ്റി ആയിരുന്നു. ഹൈ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇവിടെ കുറേ പ്രോഗ്രാംസ് ഓർഗനൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിലൊരു പ്രോഗ്രാമായിരുന്നു എക്സ്പ്ലോർ സൗത്ത് ഇന്ത്യ. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ കൾച്ചർ, പീപ്പിൾ, കുസീൻ ആൻഡ് ബ്യൂട്ടി ഓഫ് സൗത്ത് ഇന്ത്യ ഇതൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. വളരെ നല്ല പ്രോഗ്രാമായിരുന്നു. നന്നായിട്ട് തന്നെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാനും പറ്റി. കുറേ ആൾക്കാരെ കാണാൻ പറ്റി, കുറേ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി.